പിൻവലിക്കൽ നടപടിയിലെ ഭരണഘടനാ സാധുത പരിശോധിക്കുമെന്ന് സുപ്രീം കോടതി. ഹർജി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വെള്ളിയാഴ്ച പരിഗണിക്കും. അതേസമയം അസാധുവായ നോട്ടുകൾ റിസർവ് ബാങ്കിൽ നിന്ന് മാറ്റാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. 1000-ന്റെയും 500 രൂപയുടെയും പഴയ നോട്ടുകൾ ഡിസംബർ 30 വരെ റിസർവ് ബാങ്ക് കൗണ്ടറുകളിൽ നിന്ന് മാറിയെടുക്കാമെന്നാണ് RBIയുടെ പുതിയ ഉത്തരവ്. കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് റിസർവ് ബാങ്ക് കൗണ്ടറുകൾ ഉള്ളത്. ആവശ്യമായ രേഖകളുമായി എത്തി 2000 രൂപ വരെയാണ് മാറിയെടുക്കാവുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തവർക്ക് അക്കൗണ്ട് തുറക്കാൻ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും ബാങ്കുകൾക്ക് നിർദ്ദേശമുണ്ട്. 500-1000 രൂപ നോട്ടുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാം. അതേസമയം നോട്ട് പിൻവലിക്കൽ നടപടി ഭരണഘടനാ ലംഘനമാണോ എന്ന് പരിശോധിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കൃത്യമായ ആസൂത്രണമില്ലാതെയാണ് സർക്കാർ തീരുമാനം നടപ്പാക്കിയതെന്നും ഇതിന്റെ ആധികാരികത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുമെന്നും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ കപിൽ സിബൽ ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂറിന്റെ ബെഞ്ച് മുമ്പാകെ ചൂണ്ടിക്കാട്ടി. എന്നാൽ ജനങ്ങളുടെ ദുരിതം കുറയ്ക്കുന്നതിനായി നടപടികൾ സ്വീകരിച്ചുവെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട മറ്റു ഹർജികൾക്കൊപ്പം ഈ ഹർജിയും ഡിസംബർ 2-ന് സുപ്രീം കോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ടുകൾ അസാധുവാക്കുന്നതിന് മുമ്പ് ബീഹാറിൽ വൻ ഭൂമി ഇടപാട് നടന്നതായി രേഖകൾ. ബീഹാറിലെ BJP നേതാക്കളാണ് നവംബർ ആദ്യവാരത്തിൽ ഭൂമി ഇടപാടുകൾ നടത്തിയത്. ക്യാച്ച് ന്യൂസ് ആണ് രേഖകൾ സഹിതം വാർത്ത പുറത്തുവിട്ടത്. 8 ലക്ഷം മുതൽ 1.16 കോടി രൂപ വിലയുള്ള 10ഓളം ഭൂമി ഇടപാടുകളാണ് നടന്നത്. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് വേണ്ടിയും വീട് വാങ്ങിയതായി വെളിപ്പെടുത്തുന്നു. കേന്ദ്ര സർക്കാർ 1000 രൂപ 500 രൂപ നോട്ടുകൾ അസാധുവാക്കുന്നതിന് തൊട്ടുമുമ്പ് BJP ബംഗാൾ ഘടകം 3 കോടി രൂപയുടെ ബാങ്ക് നിക്ഷേപം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെ ഇപ്പോഴിതാ ബീഹാറിൽ നിന്ന് രാജ്യത്ത് നടക്കുന്ന വലിയൊരു വെളിപ്പെടുത്തൽ. നോട്ടുകൾ അസാധുവാക്കിയത് നവംബർ 8-നായിരുന്നു. എന്നാൽ ബീഹാറിലെ BJP നേതാക്കൾ നവംബർ ആദ്യവാരത്തിൽ 8 ലക്ഷം രൂപ മുതൽ 1.16 കോടി വരെ വിലയുള്ള 10ലേറെ ഭൂമി ഇടപാടുകൾ നടത്തിയെന്ന് കാച്ച് ന്യൂസ് വെളിപ്പെടുത്തുന്നു. ഭൂമി വാങ്ങിക്കൂട്ടുന്നതിനായുള്ള പണം നൽകിയത് BJP നേതൃത്വമാണെന്നും ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഭൂമി വാങ്ങിയിട്ടുണ്ടെന്നും ബീഹാറിലെ BJP നിയമസഭാംഗമായ സഞ്ജി ചൗരസ്യ കാച്ച് ന്യൂസിനോട് പറഞ്ഞു. ചിലയിടങ്ങളിൽ ഭൂമി വാങ്ങിയത് BJP അധ്യക്ഷൻ അമിത്ഷായ്ക്ക് വേണ്ടിയാണെന്നും കാച്ച് ന്യൂസ് ചൂണ്ടിക്കാണിക്കുന്നു. 1000-500 രൂപ നോട്ടുകൾ അസാധുവാക്കിയ നടപടി മുൻകൂട്ടി ആരും അറിഞ്ഞിരുന്നില്ലെന്ന പ്രധാനമന്ത്രിയുടെ വാദമാണ് ഇതോടെ പൊളിയുന്നത്. മാത്രമല്ല BJP നേതാക്കൾ തന്നെ കള്ളപ്പണം വൻതോതിൽ വെളുപ്പിച്ചെന്ന ആരോപണങ്ങൾക്ക് സാധുത പകരുന്നതാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. ന്യൂസ് ഡെസ്ക്. വെടിവെപ്പിനെ തുടർന്ന് നിലമ്പൂർ വനത്തിൽ പോലീസ് നടത്തിയ തെരച്ചിലിൽ മാവോയിസ്റ്റുകളുടെ ഒളിത്താവളം കണ്ടെത്തി. ഇവിടെ നിന്നും സ്ഫോടക വസ്തുക്കളും സോളാർ പാനൽ അടക്കമുള്ള സംവിധാനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, വിവരങ്ങൾ. അഞ്ജു, വെടിവെപ്പ് നടന്ന ഇപ്പോൾ ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ ഇവിടെ പൂളക്കപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. അതിനുവേണ്ടിയുള്ള ഇവിടെ കാത്തിരിക്കുകയാണ് നാട്ടുകാരുണ്ട്, അതുപോലെ പോലീസുകാരും മറ്റും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോഴും ഇവിടെ കാത്തു നിൽക്കുന്നു. ഇന്നലെ മുതൽ തന്നെ പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തണ്ടർബോൾട്ട് സംഘവും എല്ലാം സമീപത്തുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളെല്ലാം ഇന്ന് ഉച്ചയോടെ 3 മണിയോടെയാണ് പൂർത്തിയാവുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത്. ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കൊല്ലപ്പെട്ട കുപ്പുസ്വാമിയുടെ ബന്ധുക്കൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൃതദേഹം ഏറ്റുവാങ്ങാനായി എത്തിയിട്ടുണ്ട് എന്ന വിവരമുണ്ട്. ഏതായാലും വലിയ ഒരു സംവിധാനങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിൻ്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് 30ഓളം പേർക്ക് താമസിക്കാവുന്ന ഒരു ടെൻ്റാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ടെൻറ്റിൽ വെച്ചാണ് ഈ വെടിവെപ്പ് നടന്നിരിക്കുന്നത്. ഇവിടെ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ, ഇവിടെ നിന്ന് 150 സിം കാർഡുകളും 5 ലക്ഷം രൂപയുടെ കറൻസിയും കണ്ടെടുത്തിട്ടുണ്ട്. അതോടൊപ്പം സോളാർ പാനൽ സംവിധാനം ഇവിടെയുണ്ട്. അതോടൊപ്പം ഒരു ചാർജറും മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഈ ടെൻറ്റിനകത്ത് ഉണ്ടായിരുന്നു, ഈ ബേസ് ക്യാമ്പിനകത്ത് ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. ഇതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ ഇവിടെ എത്തുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. അഞ്ജു. ശരി, സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് സംസ്ഥാനങ്ങളിലെ മാവോയിസ്റ്റ് വേട്ട കേരളത്തിൽ വേണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു.
നക്സലൈറ്റ് മാവോയിസ്റ്റ് പ്രവർത്തനം നടത്തി എന്ന് ആരോപിച്ച് ആളുകളെ വെടിവെച്ചു കൊന്നു എന്ന് പത്രവാർത്ത വന്നു. മനുഷ്യനെ അഭിപ്രായം പറയുന്ന മനുഷ്യനെ വെടിവെച്ച് കൊല്ലാൻ ആർക്കാണ് അവകാശമുള്ളത്? ആദിവാസികൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിലും പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. അവർ ഉയർത്തുന്ന മുദ്രാവാക്യത്തിന്റെ, അവരുയർത്തുന്ന ആവശ്യത്തിന്റെ അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്നതിന് പകരം ആ ഉയർത്തിയ ശബ്ദം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും യോജിക്കുന്ന കാര്യം. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോബാസു വ്യക്തമാക്കി. ബോഡി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. മറ്റു രണ്ടുപേരുടെയും ബോഡി ഒരു അനാഥ ശവം എന്നുള്ള നിലയിൽ മറവ് ചെയ്യാൻ പാടില്ല. അവരെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് മാസത്തിൽ ഏറ്റുമുട്ടലാകാൻ ഒരു സാധ്യതയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പോലീസുകാരുടെ ഒരു രോമത്തിന് പോലും പറ്റിയില്ല. പിന്നെ അതുമല്ല, റിപ്പോർട്ടിലും വലിയ പ്രശ്നങ്ങളുണ്ട്. ഇതിനെ സംബന്ധിച്ചിട്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുക. ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ അതിനു വേണ്ടിയിട്ട് കോടതിയിൽ പോവുകയും ചെയ്യും. മലയാള സിനിമാ താരജോഡികളായ ദിലീപും കാവ്യ മാധവനും വിവാഹിതരായി. എറണാകുളത്തെ ഹോട്ടൽ വേദാന്തയിൽ രാവിലെ 9:50 മുഹൂർത്തത്തിലായിരുന്നു താലികെട്ട്. സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. കഴിഞ്ഞ വർഷങ്ങളായി പ്രചരിക്കുന്ന ഗോസിപ്പുകൾക്ക് സിനിമാറ്റിക് പരിസമാപ്തി. സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സ്. ദിലീപ് കാവ്യമാധവൻ വിവാഹം കൊച്ചിയിലെ ഹോട്ടൽ വേദാന്തയിൽ 9-നും 10-നും ഇടയിൽ നടക്കുമെന്ന വാർത്ത പുറത്തറിയുന്നത് തന്നെ രാവിലെ 8:30-യോടെ. ഇരുവരുടെയും കുടുംബാംഗങ്ങൾ, അടുത്ത സുഹൃത്തുക്കൾ, സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ എന്നിവർക്ക് മാത്രമേ വിവാഹത്തിന് ക്ഷണമുണ്ടായിരുന്നുള്ളൂ. വിവാഹത്തിനുള്ള ക്ഷണം ലഭിച്ചത് തന്നെ ഇന്നലെ രാത്രിയോടെയായിരുന്നു എന്നാണ് ഇരുവരുടെയും സുഹൃത്തുക്കൾ പറഞ്ഞത്. 9:30-യോടെ മകൾ മീനാക്ഷിക്കൊപ്പം ദിലീപും മാതാപിതാക്കൾക്കൊപ്പം കാവ്യയും വിവാഹം നടക്കുന്ന ഹാളിലേക്ക്. മമ്മൂട്ടി അടക്കമുള്ള പ്രമുഖരുടെ ആശീർവാദം വാങ്ങി താരജോഡികൾ മണ്ഡപത്തിലേക്ക്. 9:50 മുഹൂർത്തത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടി ഒന്നുമില്ലാതെ ദിലീപ് കാവ്യയുടെ കഴുത്തിൽ താലി ചാർത്തി. കല്യാണഹാരം പരസ്പരം അണിയിച്ച് ലളിതമായ വിവാഹ ചടങ്ങുകൾ അവസാനിച്ചു. മുൻകൂട്ടിയെടുത്ത തീരുമാനമായിരുന്നില്ലെന്ന് വിവാഹശേഷം താരജോഡികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ പേരിൽ ബലിയാടായ ഒരാളെ തന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ മകൾക്ക് പൂർണ്ണ സമ്മതത്തോടുകൂടി കാവ്യയുടെ വിഷയങ്ങൾ സംസാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചു. ഇതെല്ലാം വിതിൻ ഡേയ്സ് എന്ന് പറയുന്ന പോലെ ഉണ്ടായതാണ്. എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, നല്ലൊരു ജീവിതം ഉണ്ടാവണം. ചടങ്ങിലുടനീളം ദിലീപ് മീനാക്ഷിയെ തൻ്റൊപ്പം ചേർത്ത് നിർത്തിയിരുന്നു. മകൾ മീനാക്ഷിയുടെ സമ്മതത്തോടെയാണ് വിവാഹമെന്ന ദിലീപിന്റെ വാദം മീനാക്ഷിയും ശരിവച്ചു. ഞാനാണ് അച്ഛനോട് പറഞ്ഞത്, സന്തോഷമാണ്. ക്ഷണിക്കപ്പെട്ടവർക്ക് ഹോട്ടലിൽ തന്നെ സദ്യ ഒരുക്കിയിരുന്നു. എന്നാൽ പ്രിയ താരങ്ങളുടെ വിവാഹ വാർത്തയറിഞ്ഞ് ഹോട്ടലിലേക്ക് എത്തിയ ആരാധകർക്ക് വിവാഹം കാണാൻ കഴിഞ്ഞില്ല. ഹോട്ടലിനുള്ളിലേക്ക് ഇവർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ഹോട്ടലിന് പുറത്ത് താരദമ്പതികളെ കാണാൻ അവർ കാത്തുനിന്നു. ഏറെ നാളത്തെ ഗോസിപ്പുകൾ അവസാനിപ്പിക്കാനായി എന്നതിലപ്പുറം സന്തുഷ്ടരാണ് ദിലീപും കാവ്യയും, ഒപ്പം മലയാള സിനിമാ ലോകവും. അലക്സ്, റാം മുഹമ്മദ്, കൊച്ചി. മലയാള ചലച്ചിത്ര ലോകത്തെ പ്രമുഖർ ദിലീപിനും കാവ്യയ്ക്കും ആശംസകൾ നേരാനെത്തി. മമ്മൂട്ടി, ജയറാം, സിദ്ദിഖ്, ജനാർദ്ദനൻ, മീര ജാസ്മിൻ തുടങ്ങിയ താരങ്ങൾക്ക് പുറമെ കൈരളി TV MD ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന താരവിവാഹ ചടങ്ങിൽ ചലച്ചിത്ര ലോകത്തെ ഒട്ടുമിക്ക പ്രമുഖരും പങ്കെടുത്തു. നടൻ മമ്മൂട്ടി, കൈരളി TV MD ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവർ ദിലീപിനും കാവ്യയ്ക്കും ആശംസകൾ നേർന്നു. ജയറാം, സിദ്ദിഖ്, ജനാർദ്ദനൻ, മീര ജാസ്മിൻ, നരേൻ, കവിയൂർ പൊന്നമ്മ, KPC ലളിത, ജോമോൾ, ചിപ്പി, മേനക, സലീം കുമാർ തുടങ്ങിയ താരങ്ങൾക്ക് പുറമെ സംവിധായകരായ ജോഷി, സിദ്ദിഖ്, ലാൽ, കമൽ, നിർമ്മാതാക്കളായ സുരേഷ് കുമാർ, രഞ്ജിത്ത് എന്നിവരെല്ലാം താരദമ്പതികൾക്ക് ആശംസകൾ നേർന്നു. നോട്ട് പിൻവലിച്ച അപ്രതീക്ഷിത വാർത്ത കേട്ടതുപോലെ മറ്റൊരു അപ്രതീക്ഷിത വാർത്തയായിരുന്നു ദിലീപിന്റെയും കാവ്യയുടെയും വിവാഹമെന്ന് നടി ലക്ഷ്മിപ്രിയ പറഞ്ഞു. TV വെച്ച് നോക്കാം എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് ഇത് കാണുമ്പോൾ ശരിക്കും നോട്ട് പിൻവലിച്ചപ്പോൾ ഉള്ളൊരു ഷോക്കില്ലേ, ആ ഷോക്കാണ് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായാണ് വിവാഹത്തിന് ക്ഷണം ലഭിച്ചതെന്ന് കാവ്യയുടെ സുഹൃത്തു കൂടിയായ സുജാ കാർത്തിക പറഞ്ഞു. ഇന്ന് രാവിലെ പട്ടുസാരി എടുത്തിട്ട് വരാൻ പറഞ്ഞു വേദാന്തയിൽ. ഞങ്ങൾ വന്നു.
കല്യാണം കണ്ടു. ചടങ്ങിനെത്തിയ ദിലീപിന്റെ സുഹൃത്തുക്കളായ സലീം കുമാറിനും ജോർജിനുമെല്ലാം ഇതേ അനുഭവമായിരുന്നു. ഞാൻ തന്നെ വെന്യൂ അറിയുന്നത് ഇന്നലെ രാത്രിയാണ്. അടുത്ത ആളുകൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. താരജോഡികൾ താരദമ്പതികളാവുന്ന നിമിഷത്തിന് സാക്ഷികളാവാനെത്തിയവരിൽ പലരും ഇരുവർക്കുമൊപ്പം സെൽഫി എടുത്താണ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീപ്പിൾ ഇംപാക്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റിൽ ശബരിമലയിലെ ദൃശ്യങ്ങളുടെ തത്സമയ സംരക്ഷണം റദ്ദാക്കി. പീപ്പിൾ TV വാർത്തയെ തുടർന്നാണ് നടപടി. വടക്കാഞ്ചേരി പീഡനക്കേസിലെ ഇരയുടെ പേര് വെളിപ്പെടുത്തിയ അനിൽ അക്കര MLA-ക്കെതിരെ പരാതി. DGP, തൃശൂർ ACP എന്നിവർക്കും വനിതാ കമ്മീഷനുമാണ് പരാതി ലഭിച്ചത്. തൃശൂർ പറപ്പൂക്കര സ്വദേശി PC രവിയാണ് പരാതി നൽകിയത്. പരാതിക്കാരി പറയുന്നത് ജയന്തനും കൂട്ടാളികളും. തൃശൂർ DCC ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അനിലക്കര MLA പീഡനത്തിന് ഇരയായ വീട്ടമ്മയുടെ പേര് പരസ്യമാക്കി എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പറപ്പൂക്കര സ്വദേശി PC രവി പരാതി നൽകിയത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പലതവണ ഇരയുടെ പേര് വെളിപ്പെടുത്തിയ അനിലക്കരയ്ക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം 228A വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നാണ് പരാതി. പത്രവാർത്തകളും വീഡിയോ ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് DGP, തൃശൂർ ACP എന്നിവർക്കും ദേശീയ സംസ്ഥാന വനിതാ കമ്മീഷനുകൾക്കും പരാതി ലഭിച്ചത്. DCC പ്രസിഡന്റ് PA മാധവന്റെ നേതൃത്വത്തിലാണ് വാർത്താ സമ്മേളനം നടന്നതെന്നും PA മാധവനെതിരെയും കേസെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. അബദ്ധവശാൽ സംഭവിച്ചതല്ലെന്ന് തെളിയിക്കും വിധം 1 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിൽ ഇരയുടെ പേര് പലതവണയാണ് അനിലക്കര വെളിപ്പെടുത്തിയത്. ജയന്തന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതിക്കാരി അന്വേഷണ സംഘത്തിനെതിരെ ആരോപണം ഉന്നയിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഇരയുടെ പേര് പരസ്യമാക്കിയതോടെ അനിലക്കര MLA കുരുക്കിലായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പോലീസിന് നേരെ കല്ലേറ്. അനിലക്കര MLA-യുടെ നേതൃത്വത്തിലായിരുന്നു കോൺഗ്രസ് പ്രതിഷേധം. പോലീസ് ലാത്തി വീശി. അനിലക്കര MLA-യെ മർദ്ദിച്ചുവെന്നാരോപിച്ച് തൃശൂർ ജില്ലയിൽ കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തു. പോലീസ് സേനയിലെ ക്രിമിനൽ വാസനയുള്ളവർക്ക് ശക്തമായ താക്കീത് നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്റ്റേഷനുകളിൽ കാടൻ രീതികൾ എടുക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും സാമൂഹ്യവിരുദ്ധ മാഫിയകളെ ഇല്ലായ്മ ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വഴിവിട്ട പ്രവർത്തനങ്ങൾക്കുള്ള ലൈസൻസായി ജോലിയെ ഉപയോഗിക്കുന്ന പോലീസുകാർക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ താക്കീത് നൽകിയത്. കാടൻ രീതികൾ ഉപയോഗിച്ച് പ്രതികളെ ചോദ്യം ചെയ്യുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും തൃശൂർ പോലീസ് അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു പോലീസ് സ്റ്റേഷനകത്തെത്തുന്ന ഒരാളുടെ പാദത്തിൽ കസേല കയറ്റി വെച്ച് അതിന്റെ മേലെ ഒരാൾ ഇരുന്നാലുള്ള അനുഭവം എന്തായിരിക്കും? ആര് കൊടുത്തു ആ അധികാരം? ആ പോലീസ് ഉദ്യോഗസ്ഥന്. ഏതെങ്കിലും തെറ്റായ നടപടികൾ ഉണ്ടായാൽ പോലീസ് സേനയിലെ അംഗമാണ് എന്നതുകൊണ്ട് സംരക്ഷണം ലഭിക്കില്ല. ഒരു പ്രത്യേക ബാച്ചിൽ പുറത്തിറങ്ങിയ പോലീസുകാർ ക്രിമിനൽ സ്വഭാവമുള്ളവരാണെന്നും പരിശീലനം നൽകുന്നവർ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നവരാണ് എന്നാണ് പറയുന്നത്. ഇത് നേരിട്ടുള്ള സംസാരത്തിൽ ഞാൻ കേട്ട കാര്യമാണ്. നിയമവിരുദ്ധ കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം കയ്യിൽ കിട്ടിയെന്ന് ധരിക്കരുത്. പോലീസിന്റെ മോശം വിശേഷണങ്ങൾ തിരുത്താൻ ശക്തമായ നടപടികൾ സ്വീകരിക്കും. സംസ്ഥാനത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്നും സാമൂഹ്യവിരുദ്ധ മാഫിയകൾക്കെതിരെയുള്ള നടപടികൾ കർക്കശമാക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അത്തരം മാഫിയ രീതികളോട് ഒന്നിനോടും ഒരു വിട്ടുവീഴ്ചയും കാണിക്കാൻ പറ്റില്ല. ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കും ഒരു തരത്തിലുള്ള സംരക്ഷണവും ലഭിക്കരുത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ടൈറ്റാനിയം കേസിൽ കൂടുതൽ സമയം വേണമെന്ന് വിജിലൻസ് സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടു. മുൻമന്ത്രി KK രാമചന്ദ്രൻ മാസ്റ്ററുടെ മൊഴി കേസിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനായി ഇനിയും സമയം ആവശ്യമാണെന്ന് അന്വേഷണ സംഘം വിജിലൻസ് കോടതിയെ അറിയിച്ചു. കേസ് പരിഗണിക്കുന്നത് അടുത്ത മാസം 30-ലേക്ക് മാറ്റി. ക്വാറി ലൈസൻസ് പുതുക്കുന്നതിന് പാരിസ്ഥിതിക അനുമതി വേണമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. എന്നാൽ ക്വാറി ആരംഭിക്കുമ്പോൾ ലൈസൻസ് നേടാൻ പാരിസ്ഥിതിക അനുമതി വേണമെന്നിരിക്കെ പുതുക്കി നൽകുന്നതിന് പ്രത്യേകം പാരിസ്ഥിതിക അനുമതി വേണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട്. കേസ് വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും. നോട്ട് പ്രതിസന്ധി ദുരിതത്തിലാക്കിയ LIC ഏജന്റുമാർ തിരുവനന്തപുരത്ത് റിസർവ് ബാങ്കിന്റെ റീജിയണൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പിൻവലിച്ച കറൻസി ഉപയോഗിച്ച് ഡിസംബർ 30 വരെ പ്രീമിയം തുക അടയ്ക്കാൻ അവസരം നൽകണമെന്നാണ് LIC ഏജന്റുമാരുടെ പ്രധാന ആവശ്യം.
LIC ഏജന്റ്സ് ഫെഡറേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ശബരിമല ക്ഷേത്രത്തിന്റെ പേര് മാറ്റാനുള്ള ദേവസ്വം ബോർഡ് ഉത്തരവിനെതിരെ പന്തളം രാജകുടുംബം. പേര് മാറ്റുന്നത് നിയമവിരുദ്ധവും സംശയകരവുമാണെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം പ്രസിഡന്റ് PG ശശികുമാർ വർമ്മ പറഞ്ഞു. ദേവസ്വം ബോർഡിന് ക്ഷേത്രത്തിന്റെ ഭരണാധികാരം മാത്രമാണുള്ളതെന്നും ആചാരാനുഷ്ഠാനങ്ങളിൽ ഇടപെടാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നത് അയ്യപ്പസ്വാമി ക്ഷേത്രമെന്ന് പുനർനാമകരണം ചെയ്യാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നീക്കം അംഗീകരിക്കാനാകില്ലെന്ന് പന്തളം രാജകുടുംബാംഗവും കൊട്ടാരം നിർവാഹക സംഘം പ്രസിഡന്റുമായ PG ശശികുമാർ വർമ്മ പറയുന്നു. പേരുമാറ്റാൻ ബോർഡിന് അധികാരമില്ല. ഇത് നിയമവിരുദ്ധമാണ്. ആ പേര് മാറ്റാൻ ഇന്ന് നിലവിലുള്ള ഒരു നിയമവും അനുവദിക്കുന്നില്ല. ദേവഹിതം അറിയുകയും ഭക്തഹിതം അറിയുകയും രാജഹിതം അറിയുകയും തന്ത്രഹിതം അറിയുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഒരു പേര് മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ കഴിയുള്ളൂ. പേരുമാറ്റൽ ശബരിമല സ്ത്രീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ പുതിയ വാദം ഉന്നയിക്കാനാകാമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലെ നിലവിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അതുപോലെ നടത്തുകയാണ് ദേവസ്വം ബോർഡിന്റെ ചുമതലയെന്ന് 1950 തിരുവിതാംകൂർ കൊച്ചിൻ ഹിന്ദുമത സ്ഥാപന നിയമം വ്യക്തമാക്കുന്നുണ്ട്. ഉദയാസ്തമന പൂജ ഒഴിവാക്കിയതും എഴുന്നള്ളത്തിൽ മാറ്റം വരുത്തിയതുമടക്കമുള്ള നടപടികൾ തെറ്റാണ്. ആചാരങ്ങളെ അവഗണിക്കുന്ന ഒരു രീതിയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് മുമ്പുണ്ടായിട്ടുള്ളത്. അത് ഇപ്പോൾ കുറെ കൂടെ ശക്തമായി എന്നുള്ളതാണ്. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പന്തളം രാജകുടുംബവുമായി ദേവസ്വം ബോർഡ് കൂടിയാലോചനകൾ നടത്താറില്ല. ബോർഡിന്റെ പല തീരുമാനങ്ങളും സംശയകരമാണെന്നും ആചാരവിരുദ്ധ നടപടികൾക്കെതിരെ ഭക്തർ പ്രതികരിക്കണമെന്നും ശശികുമാർ വർമ്മ പറഞ്ഞു. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. പീപ്പിൾ ഇംപാക്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റിൽ ശബരിമലയിലെ ദൃശ്യങ്ങളുടെ തത്സമയ സംരക്ഷണം റദ്ദാക്കി. പീപ്പിൾ വാർത്തയെ തുടർന്നാണ് നടപടി. ബിജേഷ് ചേരുകയാണ്. ബിജേഷ്, വിവരങ്ങൾ. ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ശബരിമലയിലെ തത്സമയ സംപ്രേഷണം കാണാവുന്ന തരത്തിൽ ഇന്നലെയായിരുന്നു പുതിയ വെബ്സൈറ്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരംഭിച്ചിരുന്നത്. ഇതിന് സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ അനുവാദം വാങ്ങിയിരുന്നില്ല. പീപ്പിൾ TV ഇത് വലിയ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് അതീവ സുരക്ഷാ മേഖലയിൽപ്പെടുന്ന ശബരിമലയുടെ തത്സമയ സംപ്രേഷണം വെബ്സൈറ്റ് വഴിയുള്ള സംപ്രേഷണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സ്പെഷ്യൽ പോലീസ് ഓഫീസർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സംപ്രേഷണം നടത്തുന്നുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് സ്പെഷ്യൽ പോലീസ് ഓഫീസർ ഉന്നത ഉദ്യോഗസ്ഥർക്കും അതിന്റെ കോപ്പി നൽകുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ വെബ്സൈറ്റ് വഴിയുള്ള സംപ്രേഷണം നിർത്തിവെച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നത്. ഇനി വെബ്സൈറ്റ് വഴി തത്സമയ സംപ്രേഷണം ആരംഭിക്കണമെങ്കിൽ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ പ്രത്യേക അനുമതി വാങ്ങേണ്ടതുണ്ട്. ശബരിമലയെ അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പ് അത്തരത്തിൽ ഒരു അനുമതി നൽകാനുള്ള സാധ്യതയും വളരെ വിരളമാണ്. അത് മറ്റൊരു കാര്യം കൂടി, ദേവസ്വം ബോർഡ് പുതിയ പേരിൽ വെബ്സൈറ്റ് ആരംഭിക്കുന്നതിനെയും ഇത്തരത്തിൽ അതിൽ തത്സമയ സംപ്രേഷണം നടത്തുന്നതിനെയും ദേവസ്വം ബോർഡ് അംഗം കെ രാഘവൻ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ എതിർപ്പുകളും കാര്യങ്ങളൊക്കെ മറികടന്നുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇന്നലെ പുതിയ വെബ്സൈറ്റ് പുറത്തിറക്കിയും അതിൽ ശബരിമലയിലെ 18 പടിയും സോപാനമടക്കമുള്ള 5 പ്രധാന സ്ഥലങ്ങളിലെ കാര്യങ്ങളെല്ലാം തന്നെ ലോകത്തിനു മുമ്പിൽ തത്സമയം സംപ്രേഷണം ചെയ്തു. ശരി, ബിജേഷാണ്.